മാധവ, ഞാനിതങ്ങ് എടുക്കുക. ഇതിന്റെ ഉള്ളില് ഒരുത്തനും കാലുകുത്തില്ല. നേരെ നീക്കണം. ഒറ്റ ഒരുത്തൻ പാകിസ്ഥാനിൽ കയറി പോരുന്നു. താൻ വിചാരിക്കുന്ന പോലെ ഇവിടെ ഒരു ചുക്ക് നടക്കത്തില്ല. അത് ഏത് മേനോനാണെങ്കിലും ഭഗവാനാണെങ്കിലും തനിക്ക് തരാനുള്ള കാശ് ഞങ്ങൾ തന്നു തീർക്കും. എടാ ചള്ളു ചെറുക്ക, നീ എന്തോ വളർത്തി തരുന്നാ പറയുന്നേ? പറയാൻ പേരിനൊരു പണി പോലും ഇല്ല. പോയി അതുണ്ടാക്കാദ്യം, എന്നിട്ട് രോഷാകുൽ നാവ്. മാധവ, മുക്കാ ചക്രത്തിന്റെ കണക്കല്ല ഇത്. മേനോൻ സാറേ, ഓർമ്മ വെച്ച കാലത്ത് എൻ്റെ അച്ഛൻ തുടങ്ങിയതായി തിയേറ്റർ. ഇത് എൻ്റെ കയ്യിലോട്ട് കിട്ടുമ്പോൾ തന്നെ ഒരുപാട് ബാധ്യതകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാറിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് കടം വാങ്ങിച്ചിട്ടുണ്ട്. ഈ സ്ഥലമോ എന്ത് വേണമെങ്കിലും സാർ എഴുതിയെടുത്തു. ഇത് നടത്തിക്കൊണ്ടു പോകാനുള്ള അനുവാദമെങ്കിലും എനിക്ക് തരണം. എടോ മാധവ, തന്റെ ചരിത്രം അറിയാനല്ല ഞാൻ വന്നത്. പെരുവത്ത് കടവുകാരെ മുഴുവൻ സിനിമ കാണിച്ച് പുണ്യാളനാവാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. പിന്നെ ഇതിനകത്തോന്ന് എന്തുണ്ടാക്കാനാ തന്റെ വിചാരം? ആ ഫിലിം കറക്കുന്ന കുന്ത്രാണ്ടത്തിന് ഉണ്ടാക്കാന്ന് വെച്ചാ 960 ഉണ്ടാക്കിയ ഒരു തുരുമ്പ്. മാധവ, വെറുതെ കേസും വെക്കാനൊന്നും വേണ്ട. അതാ നമുക്ക് 2 പേർക്കും നല്ലത്. ഇതേ താൻ ഒപ്പിട്ട് തന്ന മുദ്രക്കടലാസ. ഇതിൽ ഞാനിത് അങ്ങ് എഴുതി ചേർത്തു. വിനയ, അവരെടുത്തോട്ടെ. നോക്കി നിൽക്കാണ്ട് ചെന്ന് പൊളിക്കണം. കാലം തെറ്റി പെയ്യുന്ന മഴയാ, ശക്തി കൂടും. പെരുവത്ത് കടവിൽ ഇനി സിനിമയില്ല. ഓരോരോ കാലക്കെടുകൾ, അല്ലാതെന്താ പറയാ. ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോൾ എങ്ങനെ മാധവേട്ട പോകാൻ പറ്റുന്നത്? പോണോടാ, ഇനി ഇവിടെ നിന്നാൽ ഒരു മനപ്രയാസമാണ്. നീറും ടോക്കീസും ഇല്ലാത്ത ഈ പെരുവത്ത് കടവിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഇനി ഈ പ്രായത്തിലൊന്നും വെട്ടിപ്പിടിക്കാൻ എനിക്ക് മോഹമില്ല. അതിന് വെട്ടിപ്പിടിക്കണമെന്ന് ആര് പറഞ്ഞു? നമുക്കൊന്നുകൂടെ ശ്രമിച്ചുകൂടെ? ഞങ്ങളെല്ലാവരും ഇല്ലേ കൂടെ? ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ സിനിമയിലും മാത്രമാണ്. അതിൻ്റെ പിന്നാലെ പോയവർക്കൊക്കെ വേദന മാത്രമാണ് ഫലം. ഇനിയിപ്പോൾ നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. ശ്രീദേവിയെ വിളിച്ചിറക്കിക്കൊണ്ട് പോരുമ്പോൾ ഒരു വണ്ടിയുള്ളത് ഒരു അന്തസ്സാണ്.
എടാ, ഇത് വെച്ചു വാങ്ങിക്കടാ. ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ജീവിതമാർഗം കണ്ടെത്തണം നീ. അപ്പൊ നിങ്ങൾ എങ്ങോട്ടാന്ന് വെച്ച് പോയിക്കോ. ഇനി ഒറ്റയ്ക്ക് മതിയെന്ന് തീരുമാനിച്ചവരെ എനിക്കും കാണണ്ടോ. എടാ വിനയ ഇന്ന് 10ാം ഉത്സവം. 10ാം ഉത്സവത്തിന്റെ നിറപ്പകട്ടും ആവേശവും പകർന്ന് വെടിക്കെട്ട് വേലായുധന്റെ വെടിക്കെട്ട് പ്രയോഗങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം പൂരപ്പറമ്പിൽ അരങ്ങേറുന്നതാണ്. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ആറാട്ടുകടവിൽ വിളക്ക് കത്തിക്കുവാൻ നിങ്ങൾ ഏവരും ക്യൂ പാലിക്കേണ്ടതാണ്. നിങ്ങൾ കാത്തിരുന്ന വേലായുധന്റെ വെടിക്കെട്ട് പ്രയോഗം ആരംഭിക്കുവാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. ദേവരെ, അവസാനത്തെ കളിയാ, കാത്തോളേ. പിന്നെ ആ ഗഗനോട് നിന്ന് ഇറങ്ങിണ്ടാവോ? അവൻ ആളാന്തിക്കുഴിയിൽ രാജമോനെ ദാസനും കൂടെ നിൽക്കാന്നാ പറഞ്ഞേ. അല്ല ഇറങ്ങിണ്ടാവൂലേ? അല്ല കത്ത് നീ അവളുടെ കയ്യിലല്ലേ കൊടുത്ത്? കൊടുത്തിട്ടുണ്ടാവൂലേ? ഇനി അവൾ അച്ഛൻ്റെ കയ്യിൽ. പിന്നെപ്പോ ഇനിയിപ്പോ സുമിത്ര അല്ല സുമിത്ര കൊടുത്തിട്ടുണ്ടോ? മനസ്സിലായി. ഈ 8 മൂർക്കം കടിച്ച് 8 അടി നടക്കൂലെന്നല്ലേ? ചെറുവള്ളിയിലെ പണവും പ്രതാപവും ഇല്ലെങ്കിലും സ്വന്തം പെണ്ണിനെ പോറ്റാനുള്ള ചങ്കുറപ്പുണ്ട്. എന്നെ പോറ്റാനുള്ള പണം ഇതിനകത്തുണ്ടല്ലോ അല്ലേ? എപ്പോഴും തമാശ. ആറാട്ട് കഴിഞ്ഞ് ആളിറങ്ങാറായി. അവന്മാരിതുവരെ കണ്ടില്ലല്ലോ. ആ ഗഗനെയും കാണുന്നില്ലല്ലോ.